ലക്ഷങ്ങൾ അണിനിരന്ന പൊതുസമ്മേളനത്തോടെ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനം സമാപിച്ചു. രാജ്യത്തെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് മോദി സർക്കാരിന്റേത് എന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സ്കാമിനെതിരാണെന്നാണ് പറയുന്നത്. മോദി ഉദ്ദേശിക്കുന്ന സ്കാം ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്കും മുസ്ലിങ്ങൾക്കും എതിരെയുള്ളതാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. The Prime Minister is saying that he is fighting the scam. The RSS BJP are fighting the scam. The scam that they are fighting today, that SCAM, scam, does not stand for what the Prime Minister defined, but the SCAM stands for scheduled castes and minorities in our country. It is this government that is today completely against the scheduled castes and minorities, as we have seen through our own past experience. രാജ്യവികസനത്തിന് വേണ്ടിയുള്ള വിഭവങ്ങൾ അഴിമതിയിലൂടെ കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകളെ കേന്ദ്ര സർക്കാർ സഹായിക്കുകയാണെന്നും യെച്ചൂരി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സിപിഐഎം PB അംഗം MA ബേബി, ഡിവൈഎഫ്ഐയുടെ പുതിയ ഭാരവാഹികളായ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ്, അഖിലേന്ത്യാ സെക്രട്ടറി അവോയ് മുഖർജി എന്നിവർ പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. 1 ലക്ഷത്തോളം യുവജനങ്ങളാണ് മറൈൻ ഡ്രൈവിലെ ഫിദൽ കാസ്ട്രോ നഗറിൽ സംഘടിച്ചത്. വെൺപതാകയുമായി അണിനിരന്ന ലക്ഷങ്ങൾ അറബിക്കടലിന്റെ തീരത്ത് അക്ഷരാർത്ഥത്തിൽ മനുഷ്യസാഗരം തീർക്കുകയായിരുന്നു. ജനാധിപത്യം സംരക്ഷിക്കുന്നതിനും വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിനും രാജ്യത്തിന്റെ നിരത്തുകളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉണ്ടാകുമെന്ന പ്രഖ്യാപനത്തോടെയാണ് അഖിലേന്ത്യാ സമ്മേളനം സമാപിച്ചത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോ അക്കാദമി വിഷയത്തിൽ BJPയോടൊപ്പം ചേർന്ന് സർക്കാരിനെ വിഷമിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോ അക്കാദമിക്ക് ഭൂമി പതിച്ചു നൽകിയത് കരുണാകരനാണെന്ന് മകൻ മുരളീധരൻ ഓർമ്മിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിനെ വിരട്ടാൻ ആരും നോക്കേണ്ടെന്നും ജനങ്ങളൊപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോ അക്കാദമിയുടെ ഭൂമി പ്രശ്നം ചരിത്ര വസ്തുതകൾ അടിസ്ഥാനമാക്കി മുഖ്യമന്ത്രി വിശദീകരിച്ചു. സർ CP-യുടെ ഭരണകാലത്ത് നടരാജപിള്ളയിൽ നിന്നും പിടിച്ചെടുത്ത ഭൂമി ലോ അക്കാദമിക്ക് പിന്നീട് പാട്ടത്തിന് നൽകുകയായിരുന്നു. MN ഗോവിന്ദൻ നായർ കൃഷിമന്ത്രിയായിരിക്കെയാണ് പാട്ടത്തിന് നൽകിയത്. പിന്നീട് കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ ഈ ഭൂമി അവർക്ക് പതിച്ചു നൽകി. കരുണാകരൻ പതിച്ചു നൽകിയ സ്ഥലത്തിന് മുന്നിലാണ് മകൻ മുരളീധരൻ സമരമിരിക്കുന്നതെന്ന് പിണറായി ഓർമ്മിപ്പിച്ചു. കരുണാകരൻ കൊടുത്ത ഭൂമിക്കെതിരെ മകൻ അവിടെ ഗേറ്റിലിരുന്ന് സത്യാഗ്രഹം നടത്തുന്നത് ഔചിത്യമാണോ എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം ആലോചിച്ചാൽ മതി. പിന്നെ അച്ഛനെതിരെ പല ഘട്ടത്തിലും നീങ്ങിയത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണല്ലോ. അതിന്റെ ഭാഗമായിട്ട് കണക്കൂട്ടാന്നാണ് തോന്നുന്നത്. എന്നാലും അവരൊക്കെ ആത്മാവിൽ വിശ്വസിക്കുന്നവരാണല്ലോ. ആത്മാവ് പേരേന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടാവുമല്ലോ. ഈ മോൻ ഞാൻ ഇവിടെ എത്തിയിട്ടും വിടുന്നില്ലാലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവുമല്ലോ ആത്മാവ്. BJP കളിക്കുന്ന കളിക്കൊപ്പം കൂടി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനാണ് ചിലരുടെ ശ്രമം. ഇത് വിലപ്പോവില്ലെന്ന് പിണറായി മുന്നറിയിപ്പ് നൽകി. കേരളത്തിലെ BJP കളിക്കുന്ന കളിയുടെ കൂടെ കൂടി ഈ സർക്കാരിനെ ലേശം വിഷമിപ്പിച്ച് കളിയാമെന്ന ചിന്തയിലേക്ക് ആരും നീങ്ങണ്ട. അങ്ങനെ എന്തെല്ലാം കളി നമ്മൾ കണ്ടതാണ്. 59 ഒന്നുമല്ല ഇത് കേട്ടോ. ലോ അക്കാദമി ഭൂമി തിരിച്ചുപിടിക്കുന്ന വിഷയത്തിൽ സർക്കാരിന് നിയമപരിമിതിയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതറിയുന്നവർ തന്നെയാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റായി PA മുഹമ്മദ് റിയാസിനെ കൊച്ചിയിൽ നടന്ന 10ാം അഖിലേന്ത്യാ സമ്മേളനം തെരഞ്ഞെടുത്തു. ബംഗാളിൽ നിന്നുള്ള അവോയ് മുഖർജി ജനറൽ സെക്രട്ടറിയായി തുടരും. AN ഷംസീറിനെ വൈസ് പ്രസിഡന്റായും M സ്വരാജിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. പുതിയ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ 5 വനിതകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോ അക്കാദമി ലോ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് ആക്രമണ സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. തിങ്കളാഴ്ച മുതൽ പോലീസ് സംരക്ഷണത്തിൽ ക്ലാസുകൾ ആരംഭിക്കാൻ നേരത്തെ കോളേജ് മാനേജ്മെന്റ് തീരുമാനിച്ചിരുന്നു. ക്ലാസ്സിൽ കയറാൻ വരുന്ന വിദ്യാർത്ഥികളെ സമരക്കാർ തടഞ്ഞാൽ ഇത് അക്രമ സംഭവങ്ങൾക്ക് വഴിവെക്കുന്ന നിരീക്ഷണത്തിലാണ് കോളേജ് അടച്ചിടാൻ തീരുമാനിച്ചത്. 3 പതിറ്റാണ്ടോളം ജയലളിതയുടെ തോഴിയായിരുന്ന ശശികല നടരാജൻ ഇനി തമിഴ്നാട് മുഖ്യമന്ത്രി. പോയസ് ഗാർഡനിൽ ചേർന്ന യോഗത്തിൽ മുഴുവൻ DMK MLA-മാരുടെയും പിന്തുണയോടെ ശശികലയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രിയായി ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ജയലളിതയുടെ മണ്ഡലമായിരുന്ന RK പുരത്ത് നിന്ന് തന്നെ ശശികലയും മത്സരിക്കും. മുഖ്യമന്ത്രി പദം രാജിവെച്ച പനീർസെൽവം ധനമന്ത്രിയായി മന്ത്രിസഭയിൽ തുടരും.
കേരള സാഹിത്യോത്സവത്തിൽ കൈരളി ന്യൂസ് ഓൺലൈനിന് പുരസ്കാരം. സാഹിത്യോത്സവത്തിന്റെ സമഗ്ര റിപ്പോർട്ടിംഗിനാണ് പുരസ്കാരം. റിപ്പോർട്ടിംഗിൽ ഓൺലൈൻ വിഭാഗത്തിലെ മികവിനുള്ള പുരസ്കാരം കൈരളി ന്യൂസ് ഓൺലൈനിന് മന്ത്രി AK ശശീന്ദ്രൻ സമ്മാനിച്ചു. 4 ദിവസങ്ങളിലായി കോഴിക്കോട് നടന്നുവന്ന കേരള സാഹിത്യോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാലത്തിന്റെ ആശങ്കകളെ സർഗാത്മകമായി നേരിടാൻ കഴിയും എന്നതിന്റെ തെളിവാണ് കോഴിക്കോട്ട് നടന്ന കേരള സാഹിത്യോത്സവത്തിന്റെ വിജയവും വൻ പങ്കാളിത്തവും വ്യക്തമാക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. ട്രെയിൻ യാത്രക്കിടെ ഭക്ഷ്യ വിഷബാധയേറ്റ് പട്ടാമ്പിയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുട്ടികൾ ചികിത്സയിൽ തുടരുന്നു. ഇന്നലെ രാത്രിയാണ് കൊച്ചുവേളി ബിക്കാനീർ എക്സ്പ്രസിൽ യാത്ര ചെയ്ത 16 പേരെ താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചത്. കൊച്ചിയിൽ കേരള ഫുട്ബോൾ ട്രെയിനിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ വിദ്യാർത്ഥികളാണ് എല്ലാവരും. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ട്രെയിനിൽ കയറിയത്. ഛർദിയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടതിനാൽ ട്രെയിൻ പട്ടാമ്പിയിൽ എത്തിയപ്പോൾ RPF ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പ്രബുദ്ധ കേരളം MTയെ സംരക്ഷിക്കാൻ കോട്ട പോലെ ഉറച്ചു നിൽക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. MT മൂല്യങ്ങൾക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണെന്നും യാഥാസ്ഥിതികരിൽ നിന്ന് വാഗ്ഭടാനന്ദൻ നേരിട്ട അതേ എതിർപ്പുകളാണ് MTയും ഇന്ന് നേരിടുന്നത് എന്നും പിണറായി പറഞ്ഞു. കോഴിക്കോട് വടകരയിൽ ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റ് ഏർപ്പെടുത്തിയ വാഗ്ഭടാനന്ദ പുരസ്കാരം MTക്ക് നൽകി സംസാരിക്കുകയായിരുന്നു പിണറായി.